2017 മാർച്ച് 20 കാസർഗോഡ് പഴയ ചൂരിയിലെ മുഹീദ്ദീൻ മസ്ജിദിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന മദ്രസ അധ്യാപകൻ റിയാസ് മൗലവിയെ കഴുത്തറുത്തു കൊന്ന ദിവസം. അർദ്ധരാത്രിയുടെ മറവിൽ ഒരു മുൻപരിചയവുമില്ലാത്ത യുവാവിനെ RSSുകാർ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം ഒരിക്കൽ കൂടി വാർത്തയിൽ നിറയുകയാണ്. തീർത്തും അപ്രതീക്ഷിതമായി കേസിലെ 3 പ്രതികളെയും വെറുതെ വിട്ട വിചാരണ കോടതി വിധി കേരളം ഞെട്ടലോടെയാണ് കേട്ടത്. സ്വാഗതം ജനറൽ ഡയറിയിലേക്ക്. മടിക്കേരി ആസാദി നഗർ മൂലൈ ഗ്രാമത്തിൽ നിന്നാണ് റിയാസ് മൗലവി കാസർഗോഡ് അധ്യാപനത്തിനെത്തിയത്. 8 വർഷമായി പഴയ ചൂരിയിലെ ഇസ്സത്തുൽ ഇസ്ലാം മദ്രസയിൽ അധ്യാപകനായി ജോലി ചെയ്തു വരികയായിരുന്നു. പള്ളിയോട് ചേർന്നുള്ള മദ്രസയാണത്. കുടുംബത്തിന്റെ ഏക അത്താണി കൂടിയായിരുന്നു റിയാസ് മൗലവി. എല്ലാവരും ഉറക്കം പിടിച്ച വേളയിലാണ് പ്രതികൾ മാരകായുധങ്ങളുമായി ചുറ്റുമതിലും ഗേറ്റുമുള്ള പള്ളിയിലേക്ക് അതിക്രമിച്ച് കയറിയത്. രാത്രി ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ പള്ളി ഇമാം അബ്ദുൽ അസീസ് മുസ്ലിയാർ മൈക്കിലൂടെ നാട്ടുകാരെ കാര്യങ്ങൾ അറിയിക്കുകയായിരുന്നു. ഓടിയെത്തി നാട്ടുകാർ ചോരയിൽ കുളിച്ചു കിടക്കുകയായിരുന്ന മൗലവിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. 7 വർഷത്തിനിടെ 7 ജഡ്ജിമാർ മാറി വന്ന കേസിലാണ് കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജ് KK ബാലകൃഷ്ണൻ തീർപ്പ് കൽപ്പിച്ചത്. RSS പ്രവർത്തകരായ കേളുഗുഡെ അയ്യപ്പനഗർ ഭജന മന്ദിരത്തിന് സമീപത്തെ അജീഷ് എന്ന അപ്പു, മാത്തേയിലെ നിതിൻ, കേളുഗുഡെ ഗംഗൈ കേശവകുടീരത്തിലെ അഖിലേഷ് എന്ന അഖിൽ എന്നിവരെയാണ് അപ്രതീക്ഷിത വിധിയിലൂടെ കോടതി വെറുതെ വിട്ടത്. അതിവേഗത്തിൽ അന്വേഷണം നടക്കുകയും കുറ്റപത്രം തയ്യാറാവുകയും ചെയ്ത കേസാണ് റിയാസ് മൗലവി വധക്കേസ്. കൊലപാതകം നടന്ന് 3 ദിവസത്തിനകം മാർച്ച് 23-ന് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് കണ്ണൂർ ക്രൈംബ്രാഞ്ച് SP ഡോക്ടർ A ശ്രീനിവാസിന്റെ മേൽനോട്ടത്തിൽ അന്നത്തെ കോസ്റ്റൽ CI PK സുധാകരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പൂർത്തിയാക്കിയത്. 90 ദിവസത്തിനുള്ളിൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. ആകെ 97 സാക്ഷികളെ വിസ്തരിച്ചു. DNA പരിശോധനാ ഫലമടക്കം 215 രേഖകളും 45 തൊണ്ടിമുതലുകളും കോടതിയിൽ സമർപ്പിച്ചു. സാമുദായിക സംഘർഷം സൃഷ്ടിക്കുക എന്ന ഗൂഢലക്ഷ്യത്തോടെയാണ് പ്രതികൾ കൊലപാതകം നടത്തിയതെന്നാണ് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരുന്നത്. കോവിഡും കേസ് നീളാൻ കാരണമായി. നിലവിലെ ജഡ്ജ് KK ബാലകൃഷ്ണൻ കേസ് ആദ്യം മുതൽ പരിശോധിച്ച ശേഷമാണ് വിധി പറഞ്ഞിട്ടുള്ളത്. 2019-ലാണ് കേസിലെ വിചാരണ നടപടികൾ ആരംഭിച്ചത്. ഫെബ്രുവരി 27-നാണ് ആദ്യം കേസിൽ വിധി പറയാൻ തീരുമാനിച്ചിരുന്നത്. പിന്നീട് ഇത് മാർച്ച് 7-ലേക്ക് മാറ്റി. ഇതിനുശേഷം മാർച്ച് 20-ലേക്ക് വീണ്ടും മാറ്റി. പിന്നീടാണ് മാർച്ച് 30-ലേക്ക് മാറ്റിവെച്ചത്. കേസിന്റെ സ്വഭാവം കണക്കിലെടുത്ത് പ്രമുഖ ക്രിമിനൽ അഭിഭാഷകൻ M അശോകനെ സർക്കാർ കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ചിരുന്നു. പള്ളി കമ്മിറ്റി ഭാരവാഹികളുടെ ആവശ്യം പരിഗണിച്ചായിരുന്നു സർക്കാർ തീരുമാനം. വിചാരണ നടപടികൾക്കിടെ ഇദ്ദേഹം മരിച്ചു. പിന്നീട് അഡ്വക്കേറ്റ് T ഷാജിത്തായിരുന്നു സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ. നേരത്തെ M അശോകന്റെ സഹായിയായിരുന്നു T ഷാജിത്ത്. കഴിഞ്ഞ 7 വർഷമായി കണ്ണൂർ സെൻട്രൽ ജയിലിൽ ജാമ്യമില്ലാതെ കഴിയുകയായിരുന്ന പ്രതികളെയാണ് ഇപ്പോൾ കോടതി വെറുതെ വിട്ടിട്ടുള്ളത്. പ്രതികൾക്ക് റിയാസ് മൗലവിയുമായി മുൻപരിചയം ഉണ്ടായിരുന്നില്ല എന്നതാണ് കേസിലെ കൗതുകകരമായ വസ്തുത. ഇതേക്കുറിച്ച് പ്രോസിക്യൂട്ടർ T ഷാജിത്ത് നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഏതെങ്കിലും ഒരു മുസ്ലിമിനെ കൊലപ്പെടുത്തുകയായിരുന്നു പ്രതികളുടെ ലക്ഷ്യം. റിയാസ് മൗലവിയെ പ്രതികൾക്ക് മുൻപരിചയം ഉണ്ടായിരുന്നില്ല. പള്ളിയുടെ ഉള്ളിൽ ഒരു മുസ്ലിം ഉണ്ടാകും എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് പ്രതികൾ കൃത്യം നടത്താനെത്തിയത്. പ്രോസിക്യൂഷൻ എല്ലാ തെളിവുകളും ഹാജരാക്കിയിട്ടുണ്ട്. പ്രതികളുടെ ടവർ ലൊക്കേഷനും സാഹചര്യ തെളിവുകളുമാണ് നിർണായകമായത്. സംഘർഷവും കലാപവും ഉണ്ടാക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് പ്രതികൾക്കുണ്ടായിരുന്നതെന്ന് രാഷ്ട്രീയ മതസംഘടനകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇത് തന്നെയാണ് കുറ്റപത്രത്തിലും പറഞ്ഞിരുന്നത്. പ്രതികൾക്ക് ജാമ്യം നിഷേധിച്ചതോടെ പ്രദേശത്തുണ്ടാകാമായിരുന്ന അനിഷ്ട സംഭവങ്ങളും ഒഴിവായി. കൃത്യമായ തെളിവുകളുള്ള കേസിൽ പ്രതികളെ വെറുതെ വിട്ടത് ദൗർഭാഗ്യകരമാണെന്ന് T ഷാജിത്ത് പറയുന്നു. 1-ാം പ്രതിക്കെതിരായി DNA തെളിവുണ്ട്. 1-ാം പ്രതിയുടെ മുണ്ടിലും ഷർട്ടിലും കണ്ട രക്തം റിയാസ് മൗലവിയുടേതാണ്. 3 പ്രതികൾക്കെതിരെയും 100ഓളം സാഹചര്യ തെളിവുകളാണുള്ളത്. കോടതിയുടെ കണ്ടെത്തൽ തികച്ചും ദൗർഭാഗ്യകരമാണ്. തീർച്ചയായും മേൽക്കോടതിയിൽ അപ്പീൽ പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംഘപരിവാർ സംഘടനാ പ്രവർത്തകർ പ്രതിസ്ഥാനത്തുള്ള കേസിലെ വിചാരണ നടപടികൾ കേരളം ഏറെ ശ്രദ്ധയോടെയാണ് കേട്ടുകൊണ്ടിരുന്നത്. പ്രതികൾക്ക് അർഹമായ ശിക്ഷയും മൗലവിക്ക് നീതിയും കിട്ടുമെന്ന പ്രതീക്ഷകൾക്കിടെയാണ് കേരളത്തെ നടുക്കിയ കേസിൽ കുറ്റവാളികളെ വെറുതെ വിട്ടുള്ള വിചാരണ കോടതി വിധി.